നമ്മൾ മലയാളികൾക്ക് ചെറുതും വലുതെന്നൊന്നില്ലാതെ ഒരുപോലെ ഇഷ്ടമുള്ള രണ്ട് നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അത് ഏറെ നാളായി നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ കഥാപാത്രങ്ങളിലൂടെ വിവിധ രീതിയിലൊക്കെ നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ഈ രണ്ട് വ്യക്തികളെ അവരുടെ അഭിനയ സവിശേഷതകൾ കൊണ്ട് മാത്രം ഇതുവരെ പിടിച്ചു നിന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അത് അവര് പ്രവർത്തിക്കുന്ന മേഖലയായ അഭിനയ രംഗത്ത് തന്നെ തുടരാൻ അവർക്ക് ഇനിയും സാധിക്കും എന്നുള്ളത് വീണ്ടും വീണ്ടും അവർ ഓരോ ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങുമ്പോഴും അത് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വർഷവും അവർ നേരിട്ടത് നിസ്സാരമായ കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്ന ആ രണ്ട് വ്യക്തിത്വങ്ങൾ, അതിലൊരാൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടപ്പോൾ മറ്റൊരാൾക്ക് മാനസിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വന്നു. ഈ ഒരു അവസ്ഥയിലും രണ്ടുപേരുടെയും മികവ് നമുക്ക് കണ്ടറിയാനും തൊട്ടറിയാനും ഒക്കെ സാധിച്ച നിരവധി പേര് നമ്മൾ മലയാളികളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇത്രത്തോളം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, ഇത്രത്തോളം വ്യത്യസ്തമാർന്ന രീതിയിൽ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നമ്മളെ എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം, നേരിടണം എന്നൊക്കെയുള്ളത് പഠിപ്പിച്ചു തരുന്ന രണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അതുകൊണ്ട് തന്നെ അവര് ഈ ഒരു യുദ്ധകാലത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ, അവരുടേതായിട്ടുള്ള നിലപാടുകളൊക്കെ വളരെ വേണ്ടപ്പെട്ടതായി കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത്രത്തോളം സൗഖ്യത്തോടെ ആയിരുന്ന സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴും സൗഹൃദത്തെ മുറുകെ പിടിക്കാൻ കാണിക്കുന്ന അവരുടെ ആ ഒരു നല്ല മനസ്സ്, അത് തന്നെയാണ് ഈ യുദ്ധകാലത്തിലും ആളുകളുടെ ഇടയിൽ ഉണ്ടാകേണ്ടതായ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരിടുന്ന ആ യുദ്ധ സാഹചര്യങ്ങളുടെ മധ്യേയും ഇരു കൂട്ടർക്കും, അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പുള്ളവരും യോജിപ്പുള്ളവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഏറി ഈ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും സൗഹൃദങ്ങളും അതിൻ്റെ ആഴവും ബന്ധങ്ങളും അതിൻ്റെ തീവ്രതയും ഒക്കെ മുറുകെ പിടിക്കാൻ നമ്മൾ മലയാളികളല്ലാതെ വേറെ ആർക്കാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന നിലപാടുകളും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം മറ്റു ആളുകൾക്ക് ഒരു മാതൃകയായി മാറണം. എന്ന് പറഞ്ഞാൽ വീഴ്ചകളും താഴ്ചകളും ഒക്കെ നിരവധി ജീവിതത്തിൽ വന്നപ്പോഴും വരുമ്പോഴും എല്ലാം മലയാളികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മുറുകെ പിടിക്കുന്ന ബന്ധങ്ങൾ, ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ജീവിതത്തോടുള്ള ബന്ധത്തിൽ മുന്നേറാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ വളരെ വ്യത്യസ്തരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മളിലെ കഴിവുകളും അതിനനുസരിച്ച് തന്നെ മികവേറിയതാണ്. ജീവിതം ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകുമ്പോഴും ഒരുപാട് അവസരങ്ങളിൽ പലതൊക്കെയും പാഴാക്കി കളയുമ്പോഴും ഏതേലും ഒന്നിൽ പിടിച്ചു കയറാൻ മനുഷ്യനായിരിക്കുന്ന എല്ലാവർക്കും സാധിക്കുന്നതിൽ ഒട്ടും വ്യത്യസ്തരല്ല മലയാളികളായിരിക്കുന്ന നമ്മൾ എന്നുള്ളത് യാഥാർത്ഥ്യം.